ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞങ്ങളുടെ ബീച്ചിൽ ടൂറിസം ഫെസ്റ്റ് കാണാനായിട്ട് പോവാണ്. അപ്പം ഞാനും ചേട്ടായും അമ്മുവും ചേച്ചിയും കൂടെ ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ ബീച്ചിലേക്ക് പോകുന്ന വഴിയുള്ള കാഴ്ചകളാണ് ഇതൊക്കെ. അപ്പം ഇവിടെ അടുത്തുള്ള പിള്ളേരും എല്ലാം കൂടെ ചേർന്ന് നടത്തിയിരിക്കുന്ന ഒരു ക്ലബിൻ്റെ ഭാഗമായി നടത്തിയിരിക്കുന്നതാണ്. എംബസാഡോ എന്നാണ് അവരുടെ ഇതിൻ്റെ പേര്. അപ്പോൾ അടിപൊളിയായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇത്രയും ഭംഗിയുള്ളൊരു പുൽക്കൂട് സെറ്റപ്പ് ചെയ്തേക്കുന്നത് കാണുന്നത്. ഇതെല്ലാ വർഷവും ഇവിടെ നടക്കുന്നതാണ്. അപ്പം ഞാൻ വന്ന വർഷത്തിൽ ആദ്യമായിട്ട് ഞാൻ കണ്ട കാഴ്ചയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നേരിട്ട് വന്ന് കാണണം, അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി. ഫോണിനകത്തൂടെ എത്രത്തോളം നമുക്കത് ബ്യൂട്ടി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പം പറവൂർ ചെറായി ഭാഗത്തൂടെ പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വന്നിത് കണ്ടിട്ട് പോവുക. ന്യൂ ഇയർ വരെ ഉള്ളൂ. അപ്പോൾ അതിനുള്ളിൽ വരാവുന്നവരൊക്കെ വന്ന് മാക്സിമം കണ്ടിട്ട് പോവുക. അപ്പോൾ ഞങ്ങൾക്ക് ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങോട്ടൊന്ന് ഇറങ്ങാനായിട്ട് സാധിച്ചത്. കാരണം ഞങ്ങൾക്ക് എൻ്റെ വീട്ടിലൊക്കെ പോകേണ്ടതുകൊണ്ട് കുറച്ച് താമസമൊക്കെ വന്നു. അതുകൊണ്ട് ഞാൻ ക്രിസ്മസ് കഴിഞ്ഞ് പിറ്റേ ദിവസമൊക്കെയാണ് ഞങ്ങൾ ഇതിലേക്ക് വന്നതൊക്കെ തന്നെ. അപ്പോൾ അമ്മുവും ചേച്ചിയും ഞാനും ചേട്ടായൊക്കെ കൂടിയാണ് പോയത്. അമ്മ ഒരിക്കലും ക്യാമറയുടെ മുന്നിൽ വരാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനത് കവർ ചെയ്ത്. എന്നോട് പ്രത്യേകം പറഞ്ഞായിരുന്നു കവർ ചെയ്യണമെന്ന്. അപ്പോൾ ഞങ്ങൾ ടൂറിസം ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ അവിടെ വന്നപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ആയിട്ട് ഒരുപാട് റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ കറങ്ങുന്ന സംഭവത്തിൽ കയറാൻ എനിക്ക് സ്വാഭാവികമായിട്ടും പേടിയാണ്. കാരണം എൻ്റെ നാട്ടിലൊക്കെ വന്നാലും ഞാൻ കയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ കയറാൻ പോയില്ല. അമ്മും ചേച്ചി അതിൽ നേരത്തെ അവരൊരു ദിവസം ഞാൻ കോട്ടയത്ത് പോയ ടൈമിൽ ഒരു ദിവസം വന്ന് ഇവിടെ കയറുകയൊക്കെ ചെയ്ത്. അപ്പോൾ ചേട്ടാ എന്നോട് കയറണമെന്ന് ചോദിച്ചു. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. കാരണം എനിക്ക് പേടിയാണ്, അതുകൊണ്ടാണ് ഞാൻ കയറാഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അതിലേ നടന്നിങ്ങനെ കറങ്ങി എല്ലാ കാഴ്ചകളൊക്കെ കാണുകയാണ്. അപ്പോൾ ഈ സ്ഥലത്തിന് പറയുന്നത് കാറ്റാടി ബീച്ച് എന്നാണ്. ഏറ്റവും ഭംഗി എന്ന് പറയുന്നത് ഇവിടുത്തെ ലൈറ്റിംഗ് ആണ് കേട്ടോ. എടുത്തു പറയേണ്ട കാര്യം ലൈറ്റിംഗ് ആണ്. ലൈറ്റിംഗ് ആണ് അവർ സൂപ്പറായിരിക്കുന്നത്. അപ്പോൾ ചെറായി ബീച്ചിൽ അവിടെ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഡാൻസ് അങ്ങനെയുള്ള പരിപാടികളെല്ലാം നടപ്പുണ്ട്. അപ്പം ഞങ്ങൾ അവിടെ ഇറങ്ങിയില്ല, കാരണം വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഒട്ടും ഇടയില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നേരെ കാറ്റാടി ബീച്ചിലേക്ക് വിട്ടു. അപ്പോൾ ഇവിടെ ലൈറ്റിംഗ് ആണ് എടുത്തു പറയേണ്ട കാര്യം. പിന്നെ റൈഡുണ്ട്, പിന്നെ ഗെയിമും കാര്യങ്ങളൊക്കെ ഇവിടെ കാറ്റാടി ബീച്ചിലാണ്. അപ്പോൾ പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എൻജോയ് ചെയ്ത് ബീച്ചിലൊക്കെ വന്ന് തിരയൊക്കെ എണ്ണി ആൾക്കാർ ഇരിക്കുകയാണ്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഒരു ബീച്ച് ഫെസ്റ്റ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കൂടുന്നത്. കാരണം എൻ്റെ നാട്ടിൽ ബീച്ചൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ എനിക്ക് ആദ്യമായിട്ടാണ്. രാത്രിയിലൊക്കെ ഇത്ര ഇറങ്ങി നടക്കുന്നതും ഞാൻ ആദ്യമായിട്ടാണ്. അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ റൈഡിൽ കയറി, പിള്ളേർ തന്നെയല്ല കേട്ടോ, മുതിർന്നവരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ റൈഡിൽ കയറി എൻജോയ് ചെയ്ത് നടക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങളെന്നാൽ ഗെയിം കളിക്കുന്ന സ്ഥലമൊക്കെ ഒന്ന് കാണാമെന്ന് ഓർത്ത് പോവാണ്. അപ്പോൾ ചേട്ടാ എന്നോട് ആകുന്ന പറഞ്ഞ് ഞാൻ കളിക്കട്ടെ എന്ന്. എനിക്ക് താല്പര്യമില്ലായിരുന്നു കേട്ടോ. വെറുതെ നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്നതല്ലാതെ ആകെപ്പാടെ നമ്മൾ തോക്കുകൊണ്ട് ബലൂൺ പൊട്ടിക്കുന്നതിന് മാത്രമേ നമുക്ക് വല്ലതും കിട്ടത്തുള്ളൂ. പാവയാണ് കിട്ടുന്നത്. അതുകൊണ്ട് ഞാൻ സമ്മതിച്ചില്ല. എനിക്ക് വെറുതെ എന്തിനാ നമ്മൾ 100 രൂപ കൊടുത്തിട്ട് വെറുതെ ഇതാക്കുന്നതെന്ന് ഓർത്ത്. അപ്പോൾ ഈ ചേട്ടൻ പൊളിയാണ് കേട്ടോ. ഈ ചേട്ടൻ വന്ന് 3 തവണ നമുക്ക് ട്രൈ ചെയ്യാം. ആ 3 തവണയും ബലൂണിൽ കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും സാധനം അതിനകത്ത് കാണിക്കുന്നത് നമുക്ക് മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അപ്പം ഈ ചേട്ടൻ വന്നു, 3 ബലൂണും പൊട്ടിച്ചു. പുള്ളി ഒരു പാവയൊക്കെ ആയിട്ട് മാസ് കാണിച്ചങ്ങ് ഇറങ്ങിപ്പോയി. അപ്പോൾ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വന്നു. അപ്പോൾ ഇവർ കുറച്ച് ട്രാൻസ്ജെൻഡേഴ്സാണ്. ഇവർ വന്ന് ഡാൻസൊക്കെ കളിച്ചിട്ട് പോയി. അപ്പോൾ ഇവനാണ് ഒറ്റയ്ക്ക് കിടന്ന് പൊരുതിയവൻ. ഞങ്ങൾ ഇവൻ്റെ ഡാൻസ് കണ്ടിട്ട് ഒരുപാട് ചിരിച്ചു. കാരണം ആര് കൂടെ കളിച്ചില്ലെങ്കിലും അവൻ തന്നെ നിന്ന് അവൻ്റെ എന്തൊക്കെയോ കാണിച്ചവൻ കളിക്കുന്നുണ്ടായിരുന്നു. കാരണം അവൻ എല്ലാവരും ചിരിപ്പിച്ചു കേട്ടോ. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരെ ബൈ.